So risk management, currency risk management videos ഉണ്ടായിരുന്നോ? Have you gone through that videos? Yes, sir. Sir, a doubt ഉണ്ടായിരുന്നു. പറഞ്ഞോ. ഫ്ലഫ് ഡോട്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നോ? അതിനകത്ത് അവര് SOFP ഉണ്ടാക്കുമ്പോ ഫസ്റ്റ് ചോദ്യത്തിന്റെ അവര് ക്യാഷ് എടുക്കുന്നില്ല. അതെന്തുകൊണ്ടാ? എന്തായിരുന്നു ഫ്ലഫ് ഡോട്ടിന്റെ സിനാരിയോ? സിനാരിയോ എന്ന് പറയുമ്പം അവരൊരു ഇൻവെസ്റ്റ്മെന്റിന് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പത്തേന് അവര് ഒരു ഗുപ്ത VC എന്ന് പറഞ്ഞ് അവരുടെ റൈറ്റ്സ് എക്സസൈസ് ചെയ്യുന്നുണ്ട് ടു ബൈ ബാക്ക് ദ ഷെയർസ്. സോ അതിനകത്താണ് ക്യാഷ് അവരെടുക്കുന്നില്ല. അപ്പം ആ ക്യാഷ് യൂസ് ചെയ്തിട്ടായിരിക്കും ബൈബാക്ക് ചെയ്യുന്നത്. ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോഴേ ക്യാഷ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ബൈബാക്ക് ചെയ്യുമ്പോൾ ഏതായാലും ക്യാഷ് വേണമല്ലോ. അത് ഫ്ലഫ് ഡോട്ട് കമ്പനിയാണ് ബൈബാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വാങ്ങാം. ഏത് കമ്പനിയുടെയാണ് ഷെയർസ് പിന്നെ എടുക്കാത്തത്? MBA വല്ലതാണോ? അതോ ഏതാ ക്യാഷ് ബാലൻസ് എടുക്കാത്തവര്? SOFPയിലെ 7.6 ഉണ്ടല്ലോ, അത്. ഒരു യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം 4th പോയിന്റ് പറയുന്നത് if no finance is available for investment in manufacturing facilities, non-current asset and current assets excluding cash, bank loan and loan liability and current liabilities can be assumed to be same at 30 June 2006 as at 30 June 2005 എന്ന് പറയുന്നില്ലേ? അപ്പൊ ക്യാഷ് ബാലൻസ് അവിടെ ഇല്ല എന്നല്ല അതിന്റെ മീനിങ്. മനസ്സിലായോ? സോ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. അപ്പൊ അല്ലാതെ കൺസെപ്ച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള അസംഷൻ ഒന്നും അല്ല. ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് അവർ അസ്യൂം ചെയ്യുന്നതായിരിക്കും. ഒരു ബാക്കി എന്തിനു വേണ്ടിയിലും ക്യാഷ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അസ്യൂം ചെയ്യാം. Yeah, you can assume. Okay.
സോ റിസ്ക് മാനേജ്മെന്റിൽ നമ്മൾ കറൻസി റിസ്ക് മാനേജ്മെന്റ് മനസ്സിലായോ? മെത്തേഡ്സ് എല്ലാം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? റിസ്ക് മാനേജ്മെന്റ്, കറൻസി റിസ്ക് മാനേജ്മെന്റ് ക്ലിയർ ആണോ? So we'll do more question on that part. So clear ആണല്ലോ area currency risk management? മണി മാർക്കറ്റ് ഹെഡ്ജിങ് ഒന്നുകൂടെ പറയാമോ? മാർക്കറ്റ് ഹെഡ്ജിങ്, ഓക്കെ. മറ്റേതൊക്കെ ഫ്യൂച്ചർ ഓപ്ഷൻ ഒക്കെയോ? കുഴപ്പമില്ല. ഓക്കെ. നമുക്ക് രണ്ട് സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. എന്തൊക്കെയാണ്? ഫോറിൻ റിസീപ്റ്റ്സും അല്ല then foreign payments. ഓക്കെ. സോ ഇങ്ങനെ രണ്ട് കാര്യങ്ങളായിരിക്കും വരുന്നത്, റിസീപ്റ്റ്സും പേയ്മെന്റ്സും. സോ ഇൻ കേസ് ഓഫ് ഫോറിൻ റിസീപ്റ്റ്സ് നമുക്കറിയാം we already have a ഫിനാൻഷ്യൽ അസറ്റ്. അവിടെ നമുക്ക് ഫോറിൻ കൺട്രിയിൽ നമുക്ക് എന്തുണ്ട്? ഓൾറെഡി ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ട്. ആൻഡ് വിത്ത് റിഗാർഡ്സ് ടു ഫോറിൻ ലയബിലിറ്റി നമുക്ക് ഓൾറെഡി ഫോറിനിൽ നിന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ട്. അപ്പോ നമുക്ക് ഈ ഫിനാൻഷ്യൽ അസറ്റോ ഫിനാൻഷ്യൽ ലയബിലിറ്റിയോ ആ ട്രാൻസാക്ഷൻ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുവരും? ഡ്യൂ ടു എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ് we may incur നമുക്ക് ചിലപ്പോൾ എന്ത് വരാം? ഒരു ലോസ് വരാം, അല്ലേ? Isn't it? It will come up with a loss. അപ്പൊ ഈ ലോസിനെ മെറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മണി മാർക്കറ്റ് ഹെഡ്ജിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്കിപ്പോ ഒരു ഫിനാൻഷ്യൽ അസറ്റിന് ഈക്വലന്റ് ആയിട്ട് അവിടെ സെയിം എമൗണ്ടിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്ത് പോയനെ? അത് തമ്മിൽ മാച്ച് ചെയ്ത് സെറ്റ് ഓഫ് ആയി പോത്തില്ലേ? Isn't it? നിങ്ങളിപ്പോ 3 ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടാനുണ്ട്, അവിടെ തന്നെ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ കൊടുക്കാനും ഉണ്ടെങ്കിൽ ആ കറൻസിയിൽ സോ നമുക്ക് ഇപ്പൊ $300,000 നമുക്ക് കിട്ടാറുണ്ട് റിസീവബിൾ ആയിട്ട് 3 മാസത്തിന് ശേഷം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ തന്നെ നിങ്ങൾക്കൊരു $300,000 ഒരു ലയബിലിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെറ്റ് ഓഫ് ആയി പോവല്ലോ. അപ്പോ നമ്മളായിട്ട് പിന്നെ 3 മാസം കഴിഞ്ഞ് അത് ഇതിനു വേണ്ടി സെറ്റിൽ ഓഫ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Isn't it? അപ്പൊ ഈ ഒരു മാച്ചിങ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക? ഫോറിൻ കൺട്രിയില് ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഏതിന്റെ ടാർഗറ്റ്? ഫോറിൻ റിസീപ്റ്റ്സ് ഉള്ളപ്പോഴുള്ള ടാർഗറ്റ്. ഇനി ഫിനാൻഷ്യൽ ലയബിലിറ്റി ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും? ഒരു ഫിനാൻഷ്യൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. സോ അതായിരിക്കും നമ്മുടെ എവിടുത്തെ ടാർഗറ്റ്? ഫോറിൻ പേയ്മെന്റ്സിന്റെ കേസിലുള്ള ടാർഗറ്റ്. അപ്പോ ഫിനാൻഷ്യൽ റിസീപ്റ്റ്സ് ഉള്ള സിറ്റുവേഷൻ. അപ്പൊ ഫിനാൻഷ്യൽ റിസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി അവിടെ എന്തുണ്ട്? ഒരു അസറ്റ് ഉണ്ട്. ലെറ്റ്സ് സേ ഇൻ 3 months you are going to receive $300,000. $300,000 റെസീപ്റ്റ്സ് നമുക്ക് കിട്ടാൻ പോവാണ്. ഓക്കെ, ആണോ? സോ ഈ റെസീപ്റ്റ്സ് ഈക്വലന്റ് ആയിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എങ്ങനെ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും? We have to borrow some money in foreign currency. ഫോറിൻ കറൻസിയിൽ കുറച്ച് പൈസ ബോറോ ചെയ്താൽ പോരെ, അപ്പൊ ലയബിലിറ്റി ക്രിയേറ്റ് ആയല്ലോ. പക്ഷെ ബോറോ ചെയ്യുമ്പം നമുക്കറിയാം ഇന്ന് as of now today we have to borrow an amount so that after 3 months ആ ബോറോ ചെയ്യുന്നതിന് ഇൻട്രസ്റ്റ് വരുമല്ലോ, ഇൻട്രസ്റ്റ്. അപ്പൊ ആ ഇൻട്രസ്റ്റ് കൂടെ ചേർത്തിട്ട്
വേണം ടോട്ടൽ എമൗണ്ട് എത്ര വരാൻ? പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ലയബിലിറ്റി എത്ര വരാവൂ ആഫ്റ്റർ 3 months? 300,000. 300,000 എങ്കിലേ അത് മാച്ച് ആയി പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 300,000 ഇന്ന് ബോറോ ചെയ്യാൻ പറ്റത്തില്ല. 300,000 എന്ത് കുറയ്ക്കുക? എന്ത് ഡിസ്കൗണ്ട് ചെയ്ത് കളയുക? ആ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് കളയുക. ഓക്കെ, ഇപ്പൊ ലെറ്റ്സ് സേ ഒരു അവിടുത്തെ ബോറോയിങ് റേറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം 8%. ഓക്കെ, പക്ഷെ നമ്മൾ എത്ര നാളത്തേക്കാണ് ബോറോ ചെയ്യുന്നേ? ഫോർ 3 months. അപ്പൊ 8% 3/12 ചെയ്യുക, 1/4. സോ 2%. ആ 2% വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇവിടെ ഡിസ്കൗണ്ട് ചെയ്യാൻ ടു ഗെറ്റ് ദ വാല്യൂ. സോ ഇതായിരിക്കും മണി, ദ എമൗണ്ട് ഓഫ് മണി ടു ബി ബോറോഡ് ഇൻ ദ ഫോറിൻ കറൻസി. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇപ്പം നമുക്കപ്പം ഡോളേഴ്സിൽ എത്ര ബോറോ ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് 3 മാസം കഴിഞ്ഞ് കിട്ടേണ്ട പൈസ ഇപ്പോഴേ ക്യാഷ് ആയിട്ട് കൈ കിട്ടി, കാരണം നിങ്ങൾ ലോൺ എടുത്തു, കയ്യിൽ ക്യാഷ് വന്നു. ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്ത് നമ്മുടെ കറൻസിയിലോട്ട് വരും. അപ്പൊ ഇത് എന്നാ ചെയ്യുന്നത്? സ്പോട്ടിലാണ് ചെയ്യുന്നത്. സോ ദിസ് കൺവേർഷൻ ഷുഡ് ഹാപ്പൻ അറ്റ് ദ സ്പോട്ട് റേറ്റ്. അപ്പൊ കൺവേർഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് റേറ്റിലാണ് കൺവേർഷൻ ചെയ്യുന്നത്. അപ്പൊ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ്സിന്റെ റിസ്ക് നമുക്ക് വരുന്നുണ്ടോ? ഇല്ല, കാരണം ഇന്ന് തന്നെ കൺവേർഷൻ നടന്നു. അപ്പൊ ഇതാണ് മണി മാർക്കറ്റ് ഹെഡ്ജിങ് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ആയി റിസ്ക് ആവുമോ എന്നുള്ളതാണ് നമ്മുടെ പേടി. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ സ്പോട്ട് റേറ്റ് വേണം നമ്മളിത് കൺവേർട്ട് ചെയ്യാൻ. കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? You have to convert it into home currency. Let's say pound ആണ് നിങ്ങളുടെ UK പൗണ്ട് ആണ് ഹോം കറൻസി എങ്കിൽ ഡോളറിനെ മാറ്റി പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ കൺവേർഷൻ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഡിവൈഡ് ചെയ്യണോ മൾട്ടിപ്ലൈ ചെയ്യണോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ആ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ വൺസ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൗണ്ട്, നമുക്കറിയാം ഇതിപ്പോ എന്നത്തെ വാല്യൂ ആണ്? ടുഡേ, ഇന്നത്തെ വാല്യൂ ആണ്. നമുക്ക് ഇതിന്റെ 3 മാസം കഴിഞ്ഞിട്ടുള്ള വാല്യൂ അറിയണം. എങ്ങനെയാണ്? നമ്മൾ അസ്യൂം ചെയ്യും ഈ ഇപ്പൊ കിട്ടിയ ഈ പൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? 3 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. എവിടെ? നമ്മുടെ ഹോം കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ ആ ഹോം കറൻസിയിലെ ഡെപ്പോസിറ്റിംഗ് റേറ്റിന്റെ വാല്യൂ എത്ര നോക്കുക. അപ്പൊ ഇവിടെ കണ്ടുപിടിച്ച പോലെ ആ 3 months ഡെപ്പോസിറ്റിംഗ് റേറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ഇൻക്ലൂഡ് ദാറ്റ് ഇൻട്രസ്റ്റ് വിത്ത് ദാറ്റ് എമൗണ്ട്. സോ പ്രിൻസിപ്പിൾ പ്ലസ് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് റേറ്റ്, ഇൻ ടോട്ടൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്ന് നോക്കുക. In pounds. Is it clear? So ഇതാണ് ഫോറിൻ റെസീപ്റ്റ്സിന്റെ സിറ്റുവേഷൻ. അപ്പൊ ഫോറിൻ റെസീപ്റ്റ്സിൽ അപ്പൊ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? കാൽക്കുലേറ്റ് the amount to be borrowed. ഏത് കറൻസിയിലാ? ഫോറിൻ കറൻസി. ക്ലിയർ ആണോ? സെക്കൻഡ് വണ്ണോ? കൺവേർട്ട് the foreign currency to home currency. Then next one, ഏതിലാ? at the spot rate. Then third step, the home currency value at the receipt date. Receipt date le home currency value നിങ്ങൾ കണ്ടുപിടിക്കണം. Maybe after 3 months ആണെങ്കിൽ 3 months, അല്ലെങ്കിൽ after 6 months ആണെങ്കിൽ 6 months. സോ അത്രയും ദിവസം കഴിഞ്ഞിട്ടുള്ള വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കും. Then ഈ ഫോറിൻ പേയ്മെന്റ് ആണെങ്കിലോ?
ഇതേ കാര്യം ഫോറിൻ പേയ്മെന്റ് ആയാലും നമ്മൾ എന്ത് ചെയ്തതിന് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു $300,000 അവിടെ ഓൾറെഡി എന്തായിട്ടുണ്ട്, ലയബിലിറ്റി ഉണ്ട്. നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? അപ്പൊ അവിടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഇൻവെസ്റ്റ് ദാറ്റ് എമൗണ്ട്, അല്ലെ? ഇൻവെസ്റ്റ് ഒരു എക്സ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. സോ ദാറ്റ് ആ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് കൂടെ ചേർന്നിട്ട് അതിന്റെ വാല്യൂ എന്ത് വരണം? 300,000 ആവണം, അല്ലെ? സോ നമ്മൾ എങ്ങനെ ചെയ്യും? $300,000 into 1 plus എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്? ഡെപ്പോസിറ്റ് റേറ്റ് എത്ര നോക്കുക ഫോറിൻ കൺട്രിയിലെ, സോറി, അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. $300,000 ഡിവൈഡ് ബൈ 1 പ്ലസ് ഡിസ്കൗണ്ട് റേറ്റ്, ഡെപ്പോസിറ്റ് റേറ്റ് ചെയ്യുമ്പോൾ the amount to be invested in foreign currency എത്രയാണെന്ന് കിട്ടും. ഓക്കെ, പക്ഷെ ഇത് നമ്മുടെ കയ്യിലുണ്ടോ ഈ ക്യാഷ്? ഇല്ല. ഇത് നമ്മൾ എവിടുന്ന് ബോറോ ചെയ്യും? വിൽ ബോറോ ഇറ്റ് ഫ്രം, ബോറോ ദിസ് എമൗണ്ട് ഫ്രം ഹോം കറൻസി. കാരണം നമുക്ക് ഓൾറെഡി ഫോറിനിൽ ഒരു ലയബിലിറ്റി ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് ബോറോ ചെയ്യാൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു ബോറോ ദിസ് എമൗണ്ട് ഫ്രം ഹോം കറൻസി. ഓക്കെ, സോ അപ്പൊ ഈ ഡോളറിനെ കൺവേർട്ട് ചെയ്തിട്ട് പൗണ്ടിലോട്ട് ആക്കുമ്പോൾ നമുക്ക് അറിയാം എത്രയാണ് ബോറോ ചെയ്യേണ്ടതെന്ന്. സോ ഇപ്പൊ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് സെറ്റിൽ ഓഫ് ചെയ്യണമെങ്കിൽ, സോ വി നീഡ് ടു പേ ദാറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ 3 months. അപ്പോ എന്താണോ നമ്മൾ ബോറോ ചെയ്ത ആ പൗണ്ടിൽ ബോറോ ചെയ്ത വാല്യൂ, അതേ പ്ലസ് ബോറോയിങ് റേറ്റ് ചെയ്യുക 3 മാസത്തെ. then you will get the total liability. ക്ലിയർ ആണോ? സോ അപ്പൊ ഫോറിൻ പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? amount to be invested in foreign currency. amount to be invested ആയിരിക്കും. അതിന് നമ്മൾ ഇനി എന്ത് ചെയ്യുക? amount to be invested നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. then അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? home currency at spot rate and borrow it from home. home in another borrow ചെയ്യുക, അല്ലേ? then third one, calculate the total liability. home currency into 1 plus liability rate എന്താണോ അത് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, സോ ബാക്കി ക്ലിയർ ആണല്ലോ? ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും അതിനെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? കൃഷ്ണ, അലീഷ? Shireen, is any doubt? ഇല്ല സർ. ആംസ്ട്രോങ് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? Okay. So risk management compared to ഈ ബിസിനസ് റീഓർഗനൈസേഷനോ അല്ലെങ്കിൽ ബിസിനസ് വാല്യുവേഷനോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഈസിയാണ്. ഈസി ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ലൈക്ക് ഇത് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ഇപ്പൊ ഈ മണി മാർക്കറ്റ് ഹെഡ്ജിങ് ആണെങ്കിലും ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട്. അത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ ആകെ മനസ്സിലാക്കേണ്ടത് ഫ്യൂച്ചേഴ്സ് ഇപ്പം വരുമ്പോൾ എന്താ പേയ്മെന്റ് ആണെങ്കിൽ നിങ്ങളിപ്പോ ഫ്യൂച്ചേഴ്സിൽ സെൽ നോ ബൈ ലേറ്റർ എടുക്കുവോ? ഓക്കെ, അല്ലെങ്കിൽ ബൈ നോ സെൽ ലേറ്റർ എടുക്കുവോ? ഓക്കെ, വിത്ത് റിഗാർഡ്സ് ടു ദ പേയ്മെന്റ് ആൻഡ് റെസീപ്റ്റ്സ്. ഇതേ സിറ്റുവേഷൻ ഓപ്ഷൻസിലോട്ട് വരുമ്പോ എന്താ നമ്മൾ നോക്കുന്നേ? സെല്ലിന് പകരം will you enter into a put option
അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ. അതാണ് ഓപ്ഷൻസിൽ വരുന്ന സിറ്റുവേഷൻ. സോ ഈ ഒരു സ്ട്രാറ്റജി എടുക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണോ? Is that concept clear? Can I reply in the chat, guys? Okay. നമുക്ക് വേറെ കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാം. എന്തായാലും നിങ്ങൾ ചെയ്തത് ഇതിൽ മൾട്ടിലാറ്ററൽ നെറ്റിംഗ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? എല്ലാവരെയും കറൻസിലോട്ട് ആക്കിയിട്ട് നെറ്റ് ഓഫ് ചെയ്ത് പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. Is that clear? Can you reply in the chat, guys? We will do this part. Advarain company. എന്താണ് റിക്വയർമെന്റ്? Appropriate hedging strategy advice ചെയ്യുക. For the US cash flows it is used to receive or pay to LTD company. So ഒന്ന് വായിച്ചു നോക്കി.
So you read the question. So Adverin Group is a multinational group of companies with headquarters in Switzerland. An Adverin Group consists of a number of fully owned subsidiaries and elder company, an associated company based in USA, in which Adverin Group owns 30% of ordinary share capital and balances owing between parent and Adverin company. And its subsidiary between subsidiaries are settled by multilateral netting. Transaction with LTED company is about to settle in 4 months. The Adverin company will owe LTED company the $3.7 million for a merger purchase of supplies, and LTED company will owe Adverin company $10.5 million for non-current assets. Okay. So what's the net amount? Net receipt or payment? Is it a net receipt or payment? Receipt. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ഇവരെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? They are asked to use money market hedging and futures ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ മണി മാർക്കറ്റ് വെച്ചപ്പോൾ എങ്ങനെ വരും? ഫോറിൻ റെസിപ്റ്റ് ആകുമ്പോൾ ഫസ്റ്റ് എന്താ? The amount to be borrowed in foreign currency അല്ലേ? സോ എന്താണ് നമ്മുടെ ഫോറിൻ കറൻസി എന്ന് പറയുന്നത്? രണ്ട് മെത്തേഡും യൂസ് ചെയ്യണം. രണ്ടും ചെയ്ത് കാണിക്കണം. അതെന്നാ ക്വസ്റ്റ്യൻ പറയുന്നില്ല. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ. അപ്പൊ രണ്ടും ചെയ്ത് കാണിച്ചിട്ട് ഏതാണ് ബെറ്റർ എന്ന് പറയണം. മനസ്സിലായോ? കമ്പയർ ചെയ്യണം. സോ നെറ്റ് റെസീപ്റ്റ് എത്ര വരുന്നത്? $6.45. Okay. So the net receipt എത്രയാണ് വരുന്നത്? Net receipt for Adverin Group എത്രയാണ്? 6.45 ആണ്. So how will you get 6.45? 10.5 minus payment of 3.7 അല്ലേ? Isn't it? Okay. So നമ്മൾ ഇവിടെ മണി മാർക്കറ്റ് ഹെഡ്ജിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം എന്താ? The amount to be borrowed today in foreign currency. എത്ര വരും? The amount to be bought in foreign currency എത്ര വരും? $6.45
for 5 divided by 1 plus നമ്മൾ ആ interest rate ചെയ്യുക. So what's the interest rate? Interest rate എത്ര വരും? യുഎസിന്റെ ബോറോയിങ് റേറ്റ് എത്രയാണ്? 3.7 ആണ്. ഓക്കെ, ആ 3.7 നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 monthsലേക്ക് ആക്കണം. സോ ഐ വിൽ ട്രാൻസ്ഫർ ഇറ്റ് 3.7 into excuse me guys 4/12, right? അത് ചെയ്താ പോരെ? അപ്പൊ നമുക്ക് ആ 3 monthsന്റെ ബോറോയിങ് റേറ്റ് കിട്ടി. ആ ബോറോയിങ് റേറ്റിന് നമ്മൾ എന്ത് ചെയ്തു? എമൗണ്ട് ടു ബി ബോറോഡ് മനസ്സിലായി. സോ അത് വെച്ചിട്ട് നമ്മളുടെ ആ ബോറോയിങ് റേറ്റ് വെച്ചിട്ട് ഇന്നത്തെ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. Then convert the foreign currency into home currency ചെയ്യുക. You have to convert it from foreign currency to home currency. So convert ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് അറിയണം. സോ ഇന്നത്തെ കറണ്ട് സ്പോട്ട് റേറ്റ് എത്രയാണ്? Between US dollar and CHF is 1.1196 to 1.1222. അപ്പൊ ഇതിപ്പം 1 CHF is US dollar to CHF ആണ് ഈ പറഞ്ഞേക്കുന്നത് അല്ലേ? So ഇവിടെ ഫസ്റ്റ് കറൻസി US ഡോളറും സെക്കൻഡ് കറൻസി CHF ആണ്. സോ വി ആർ കൺവേർട്ടിംഗ് ഫ്രം ഫസ്റ്റ് കറൻസി ടു സെക്കൻഡ് കറൻസി. അപ്പൊ ഡിവൈഡ് ആണോ മൾട്ടിപ്ലൈ ആണോ? ഇവിടെ ബേസ് ആയിട്ട് എടുത്തേക്കുന്നത് CHF ആണ്, 1 CHF, അതാണ് അപ്പൊ ബേസ്. ഇപ്പൊ സെക്കൻഡ് കറൻസി ഇതാണ്, ഫസ്റ്റ് കറൻസി ഡോളർ. അപ്പൊ ഡോളറിൽ നിന്ന് CHF-ലേക്കാണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഹൗ വിൽ യു ഡു ഇറ്റ്? അതെങ്ങനെ ചെയ്യും? Can you reply in the chat? Yes, divide ചെയ്യുക. So 1.222 നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര ഒരു വാല്യൂ? 1.1222 will convert it to CHF. How much it is? $1.222 rate to UCO or 1.1196 UCO. But divide ആണ്, ഇത് receipt ആണ്. So നമ്മൾ ഏത് റേറ്റ് യൂസ് ചെയ്യണം? നെറ്റ് റിസൾട്ട് ലോവർ വരണം. അപ്പോൾ യു ഹാവ് ടു ഡിവൈഡ് വിത്ത് എ ഹയർ എമൗണ്ട്. അപ്പോൾ നമ്മൾ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യും? 1.1222 വെച്ച് ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? ഈ കൺവേർഷന്റെ കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ റെക്കോർഡിംഗ്സിൽ പറയുന്നതാണ്. സോ ഇറ്റ്സ് ക്ലിയർ എവരിവൺ വൈ യു ഹാവ് ചൂസ്ഡ് 1.222 ഓവർ 1.1196? സോ അത് വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? വി ഗോട്ട് ദ വാല്യൂ ഇൻ CHF. അപ്പൊ അതിന് ഇനി എന്ത് ചെയ്യാം? ദ എമൗണ്ട് ടു ബി റിസീവ്ഡ് ഇൻ ഹോം കറൻസി ആഫ്റ്റർ 4 months. അതിന്റെ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദിസ് കറൻസി ആഫ്റ്റർ 4 months നമ്മൾ എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റിംഗ് റേറ്റ് കണ്ടുപിടിക്കാം. സോ ഡെപ്പോസിറ്റിംഗ് റേറ്റ് എത്രയാണ്? What's the depositing rate? 2.7 ആണ് ഇൻവെസ്റ്റിംഗ് റേറ്റ്. We have to find the value for 4 months. അപ്പൊ 2.7% into 4/12 ചെയ്യുക. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് എത്ര വരും? 1.126. ക്ലിയർ ആണോ ഈ വാല്യൂ? സോ ഈ എക്സ്ചേഞ്ച് റേറ്റ് ആണ് എങ്ങനെ കണ്ടുപിടിച്ചത്? നമ്മളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത എക്സ്ചേഞ്ച് റേറ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ എത്രയായിരുന്നു? 6.45 ആയിരുന്നു ആഫ്റ്റർ 4 months. അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് മണി മാർക്കറ്റ് വെച്ച് നമുക്ക് എത്ര കിട്ടി? 5.72 കിട്ടി. അപ്പോൾ
$/CHF അതല്ല നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ടോട്ടൽ കിട്ടേണ്ട റെസീപ്റ്റിനെ നമുക്ക് ഫൈനലി കൺവേർട്ട് ചെയ്തപ്പോൾ വന്ന ആ ക്ലോസിംഗ് എമൗണ്ട് ഓഫ് 5.72 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എക്സ്ചേഞ്ച് റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ക്ലിയർ ആണോ? സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. So clear ആണല്ലോ? Money market hedging is clear, guys? The 3 steps. Okay. ഇനി നമ്മൾ ഫ്യൂച്ചേഴ്സ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം നമ്മൾ എങ്ങനെയാണ് ഇത് നോക്കേണ്ടത്. ഇപ്പൊ ഇതൊരു ഫ്യൂച്ചർ ആണ്. സോ ഇറ്റ്സ് ലൈക്ക് എ ഡോളർ റെസീപ്റ്റ്സ്. സോ നമുക്ക് രണ്ട് കറൻസി ഉണ്ട്, ഡോളറും ഉണ്ട് CHF ഉണ്ട്. അപ്പൊ ഡോളർ റെസീറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡോളർ സെല്ല് ചെയ്തിട്ട് CHF നമ്മൾ ബൈ ചെയ്യണം അല്ലെ. ഇത് നമ്മൾ ആദ്യം എഴുതി നോക്കും ഫ്യൂച്ചർ എടുക്കുന്നതിന് മുമ്പ്. അപ്പൊ ഡോളർ റെസീപ്റ്റ്സ് ആണ്, ഡോളർ സെല്ല് ചെയ്യുക, CHF ബൈ ചെയ്യുക, ഇത് അങ്ങോട്ട് എഴുതി നോക്കുക. എന്നിട്ട് ഇനി എന്ത് നോക്കണം, നമുക്ക് ഈ ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള, ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും അത് അവൈലബിൾ ആയിട്ടുള്ള കറൻസി ഏതാന്ന് നോക്കണം. സോ ഹിയർ ദ ഫ്യൂച്ചർ ഈസ് കോട്ടഡ് ഇൻ CHF. അപ്പൊ അതിന്റെ കോൺട്രാക്ട് സൈസ് കാണിച്ചിരിക്കുന്ന CHF ലാണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ, ഫ്യൂച്ചേഴ്സ് ആർ അവൈലബിൾ. ഡൗട്ട് ഉണ്ട്. ചോദിച്ചു. നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോ എന്താ 1.122 എടുത്തേ സ്പോട്ട് റേറ്റ്? ഇതിലെ അപ്പൊ ഞാൻ ചോദിച്ചേ 1.122 എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമല്ലേ. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായോ? ഓക്കെ. അപ്പൊ റെസീപ്റ്റ്സ് ആണെങ്കിൽ, ഇപ്പൊ റെസീപ്റ്റ് ആണെങ്കിൽ ഫോറിൻ റെസീപ്റ്റ് ആണ്, നിങ്ങൾ ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹയർ റേറ്റ് വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ റിസൾട്ടിങ് ഫിഗർ എന്തായിരിക്കും, ഒരു ലോവർ എമൗണ്ട് ആയിരിക്കും അല്ലെ, ബിക്കോസ് വി ആർ ഡിവൈഡിങ് വിത്ത് ഹയർ റേറ്റ്. നിങ്ങൾ 1.1192 വെച്ച് ഡിവൈഡ് ചെയ്തതിനേക്കാളും ലോവർ എമൗണ്ട് ആയിരിക്കും 1.222 ഇട്ടിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണം. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് വരുന്ന റെസിപ്റ്റ് എന്തായിരിക്കും, ലോവർ റെസിപ്റ്റ് അല്ലേ എപ്പോഴും. നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള സാധനമാണെങ്കിൽ കുറച്ചല്ലേ കിട്ടത്തുള്ളൂ. അതേസമയം പേയ്മെന്റ് ആയിരുന്നെങ്കിലോ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് നോർമൽ റേറ്റ് എന്താണോ മാർക്ക്, ഇപ്പം ഗൂഗിളിൽ നിങ്ങൾ നോക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് അതിനേക്കാളും കൂടുതൽ പേ ചെയ്യേണ്ടി വരും. അപ്പൊ ലോവർ റേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ എമൗണ്ട് എത്ര ആയിരിക്കും, പേയ്മെന്റ് വിൽ ബി എ ഹയർ എമൗണ്ട്. അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസീപ്റ്റ് ആണെങ്കിൽ നമ്മൾ ഹയർ റേറ്റും പേയ്മെന്റ് ആണെങ്കിൽ ലോവർ റേറ്റും യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു റെസീപ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഹയർ റേറ്റ് യൂസ് ചെയ്തു. ക്ലിയർ? ഞാൻ റെക്കോർഡിംഗ്സ് പറയുന്ന ഇത് കൺവേർഷന്റെ ഒരു ബേസിക് ടെക്നിക് ആണ്. ഈ അതേപോലെ ഫസ്റ്റ് കറൻസി, സെക്കൻഡ് കറൻസി, അതൊക്കെ മനസ്സിലായോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. കാരണം ഈ ഏരിയ ഭയങ്കര ഈസി ആണ്, പക്ഷെ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാണ് റിസ്ക് മാനേജ്മെന്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇനി ഫ്യൂച്ചേഴ്സിൽ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഡോളർ റെസിപ്റ്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഡോളർ റെസിപ്റ്റ് ആണെങ്കിൽ US ഡോളർ റെസിപ്റ്റ് ആണെങ്കിൽ
നമുക്കറിയാം നമ്മൾ CHF-ൽ യൂസ് ചെയ്യുന്ന കറൻസി ആയതുകൊണ്ട് നമുക്ക് ഈ ഡോളറിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സോ ഡോളർ നമ്മൾ സെല് ചെയ്യും, എന്നിട്ട് എന്ത് വാങ്ങും? ബാങ്കിൽ നിന്ന് CHF വാങ്ങും. Now ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കേണ്ടത് ഫ്യൂച്ചേഴ്സിൽ. സെക്കൻഡ് സ്റ്റെപ്പ്, ചെക്ക് ദ ഫ്യൂച്ചേഴ്സ് ആർ അവൈലബിൾ ഇൻ വിച്ച് കറൻസി. ഇവിടെ നിങ്ങൾ നോക്കിയപ്പോൾ അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ആ ഫ്യൂച്ചേഴ്സിന്റെ കോൺട്രാക്ട് സൈസ് നോക്കുക. കോൺട്രാക്ട് സൈസ് ഏത് കറൻസിയിലാണ് കോട്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. സോ ഇവിടെ കോൺട്രാക്ട് സൈസ് ഏത് കറൻസിയിലാണ് കോട്ട് ചെയ്തിരിക്കുന്നത്? CHF-ലാണ്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ഇറ്റ്? ദിസ് ഫ്യൂച്ചേഴ്സ് ആർ അവൈലബിൾ ഇൻ CHF. അപ്പൊ CHF വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഇവിടെ CHF എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ബൈ ചെയ്യാൻ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഫ്യൂച്ചേഴ്സിന്റെ ബൈ നൗ സെൽ ലേറ്റർ. ക്ലിയർ ആണോ? ആ സ്ട്രാറ്റജി എങ്ങനെ എടുക്കുന്നത് മനസ്സിലായോ? ഇവിടെ CHF ബൈ ചെയ്യാനാണ് നമുക്ക് വേണ്ടത്. അപ്പോ ഫ്യൂച്ചേഴ്സ് അവൈലബിൾ CHF-ലാണ്. അപ്പൊ ബൈ നൗ സെൽ ലേറ്റർ എടുക്കാം. സപ്പോസ് ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ഡോളറിലായിരുന്നെങ്കിലോ? ഇവിടെ ഡോളർ സെൽ ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി എന്തായാലും സെൽ നൗ ബൈ ലേറ്റർ ആയി. ക്ലിയർ ആണോ? Is it clear guys, this concept? So can you reply in the chat? Is it clear guys? സോ ഇവിടെ എങ്ങനെയാണ് സിറ്റുവേഷൻ വരുന്നത് നോക്കി. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. സോ സെൽ നൗ ബൈ ലേറ്റർ അല്ലെങ്കിൽ ബൈ നൗ സെൽ ലേറ്റർ ആണോ എന്നുള്ളത് മനസ്സിലായല്ലോ? Okay. So now we'll enter into futures that will expire in 6 months. So number of contracts എത്രയാണ്? എത്ര ഒരു നമ്പർ ഓഫ് കോൺട്രാക്ട്സ്? ഒരു കോൺട്രാക്ട് സൈസ് എത്ര നമുക്കറിയാം, അതിനെ ടോട്ടൽ പേയ്മെന്റ് ആയിട്ട് കമ്പയർ ചെയ്യാം. സോ ഇവിടെ കോൺട്രാക്ട് സൈസ് ഏതിലാണ് അവൈലബിൾ? കോൺട്രാക്ട് സൈസ് ഇസ് അവൈലബിൾ ഇൻ CHF. പക്ഷെ നമ്മുടെ റെസീപ്റ്റ്സ് എന്താണ്? ഡോളറിലാണ്. അപ്പൊ നമുക്ക് എത്ര കോൺട്രാക്ട്സ് വേണം ഇത് ഹെഡ്ജ് ചെയ്യാൻ അറിയണമെങ്കിൽ നമുക്ക് we know that this amount is going to get received in 4 months. So today in 4 months time ആണ് ഈ ഫ്യൂച്ചർ എക്സൈസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസിപ്റ്റ്സോ പേയ്മെന്റോ വേണ്ടത്. അപ്പൊ രണ്ട് ഫ്യൂച്ചേഴ്സ് ക്വസ്റ്റൻ ആയിട്ട് തന്നത് 3 months ഫ്യൂച്ചർ തന്നിട്ടുണ്ട്, 6 months ഫ്യൂച്ചർ തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ 3 months എക്സ്പയർ ആവുന്ന ഫ്യൂച്ചറും 6 months എക്സ്പയർ ആവുന്ന ഫ്യൂച്ചറും നമ്മൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്?
Which one will you choose? നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മുടെ റെസീപ്റ്റ് ഡേറ്റോ അല്ലെങ്കിൽ പേയ്മെന്റ് ഡേറ്റോ കഴിഞ്ഞ് തൊട്ടടുത്ത് എക്സ്പയർ ആവുന്ന ഫ്യൂച്ചേഴ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെ ഏതാണ് നമ്മൾ ഏത് ചൂസ് ചെയ്യും? ആ 6 months എക്സ്പയർ ആയിട്ടുള്ള 6 months എക്സ്പയർ ആവാൻ പോകുന്ന ഫ്യൂച്ചർ വേണം ചൂസ് ചെയ്യാൻ. അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഓപ്ഷൻ അവൈലബിൾ ആണ്. 3 months എക്സ്പയർ ചെയ്യും, 6 months എക്സ്പയർ ചെയ്യും. നമ്മൾ ഏത് ചൂസ് ചെയ്യണം? Which one will you choose? ആ 6 months എക്സ്പയർ ആവുന്ന ഫ്യൂച്ചേഴ്സ് അല്ലേ? ക്ലിയർ ആണോ? എന്താ പറ്റി? Is it confusing? ഇത് ക്ലിയർ ആണോ? 1.1204 വന്ന ക്ലിയർ ആണോ ഗൈസ്? ഒന്നുകൂടെ പറയോ? നമുക്ക് ഇന്നേക്ക് 4 മാസം കഴിഞ്ഞിട്ടാണ് ഈ സെറ്റിൽമെന്റ് ഡേറ്റ്, റെസീപ്റ്റ്സ് കിട്ടുന്ന ഡേറ്റ് അല്ലേ? അപ്പോ നമുക്ക് ഈ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് 3 മാസം മാത്രം എക്സ്പയറി ഡേറ്റ് ഉള്ള കോൺട്രാക്ട്സ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോ നമ്മുടെ ഒരു ഫ്യൂച്ചർ ഉണ്ട്, വിച്ച് ഈസ് ഗോയിങ് ടു എക്സ്പയർ ഇൻ 3 months ടൈം. വേറൊരു ഫ്യൂച്ചർ കോൺട്രാക്ട് അവൈലബിൾ ആണ്, വിച്ച് ഈസ് ഗോയിങ് ടു എക്സ്പയർ ഇൻ 6 months ടൈം. അപ്പോ നമുക്ക് പേയ്മെന്റോ റെസിപ്റ്റോ കിട്ടുന്ന ഏത് മാസത്തിലാണ്? 4th monthലാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ആ 3 months എക്സ്പയർ ആവുന്ന കോൺട്രാക്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഏത് കോൺട്രാക്ട് എടുക്കണം? 6 months എക്സ്പയർ ആവുന്ന കോൺട്രാക്ട് എടുക്കണം. അപ്പൊ നമ്മൾ ഏത് ചൂസ് ചെയ്യും? വിൽ ചൂസ് ദാറ്റ് സെക്കൻഡ് വൺ. അപ്പൊ എപ്പോഴും ഓർക്കുക, നമ്മുടെ പേയ്മെന്റ് ഡേറ്റോ റെസിപ്റ്റ് ഡേറ്റോ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ഈ പറയുന്ന കോൺട്രാക്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓൾവേസ് ചൂസ് ദോസ് കോൺട്രാക്ട് വിച്ച് ഇസ് ഗോയിങ് ടു ഗെറ്റ് എക്സസൈസ്ഡ് ആഫ്റ്റർ ദ പേയ്മെന്റ് ഡേറ്റ് ഓർ റെസിപ്റ്റ് ഡേറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, അത് നമ്മൾ ചൂസ് ചെയ്തു. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? What's the next one? ഇവിടെ നമുക്ക് ആക്ച്വലി ഹെഡ് ചെയ്യാനുള്ള എമൗണ്ട് ഏതിലാണ് തന്നേക്കുന്നത്? 64.5 അല്ലെങ്കിൽ 6.45 എന്ന് പറയുന്നത് CHF-ലാണ്. കോൺട്രാക്ട് സൈസ് അവൈലബിൾ എത്രയാണ്? കോൺട്രാക്ട് സൈസ് ഇസ് അവൈലബിൾ ഇൻ CHF അല്ലെ? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡോളർ 6.45 നിങ്ങൾക്ക് കിടക്കുന്നത് എമൗണ്ട്, അതേ ഡിവൈഡഡ് ബൈ ഒരു CHF എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് വെച്ച് എത്രയാണ്? 125,000 കൺവേർട്ട് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഒരു കോൺട്രാക്ടിന്റെ മാക്സിമം കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത്, മാക്സിമം എമൗണ്ട് വി ക്യാൻ ഹെഡ്ജ് യൂസിങ് വൺ കോൺട്രാക്ട് ഇസ് 125,000. അപ്പൊ ഇതേപോലത്തെ എത്ര നമ്പർ ഓഫ് കോൺട്രാക്ട്സിൽ എൻട്രി ചെയ്യണം എന്നറിയണമെങ്കിൽ ഇത് രണ്ടോ ഡിവൈഡ് ചെയ്യാൻ മതിയോ? ഇത് രണ്ടോ ഡിവൈഡ് ചെയ്താൽ പോരെ? മനസ്സിലായോ? കാരണം നമുക്ക് ഹെഡ്ജ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 6.45 million. പക്ഷെ ഒരു കോൺട്രാക്ട് യൂസ് ചെയ്തിട്ട് മാക്സിമം 125,000 ഹെഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ലിറ്ററലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്പർ ഓഫ് കോൺട്രാക്ട്സ് കണ്ടുപിടിക്കാൻ എന്താണോ നിങ്ങളുടെ എമൗണ്ട് ടു ബി ഹെഡ്ജ് കമ്പയറിംഗ് വിത്ത് ദ കോൺട്രാക്ട് സൈസ്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ചാറ്റിൽ ഒന്ന് റിപ്ലൈ ചെയ്യോ? ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങളുടെ എമൗണ്ട് ടു ബി ഹെഡ്ജ്ഡ് ഡോളേഴ്സിലാണ്, US ഡോളറിലാണ്. നിങ്ങളുടെ കോൺട്രാക്ട് സൈസ് അവൈലബിൾ ഏതിലാണ്? CHF-ലാണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ CHF. Is it clear? Can I reply in the chat? Okay. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? Can we divide dollar by CHF? ഇല്ല. നമ്മൾ ഈ ഡോളറിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? അപ്പോ CHF-ലോട്ട് ആക്കണം. സോ ഏത് റേറ്റ് യൂസ് ചെയ്യും? സോ വിൽ യൂസ് ദ റേറ്റ്
of our future price which you have selected. അപ്പോൾ നമ്മൾ 6 months future expiry contract select ചെയ്ത് വെച്ചിട്ട് എത്രയാണ് 1.1204. അപ്പോൾ ആ റേറ്റ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ. സോ അതാണ് ഞാൻ ഇപ്പോൾ ഈ എക്സൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യം 6.45 ഇൻറ്റു ഡിവൈഡ് ബൈ 1.1204 ചെയ്തു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ചെയ്തേ? ടു കൺവേർട്ട് ദ ഡോളർ ഇൻറ്റു CHF. എന്നിട്ട് വേണം ഞാൻ ആ 1.125 എന്ന് വെച്ചാൽ പെർ കോൺട്രാക്ട് സൈസ് ആയിട്ടുള്ള 125,000 ആയിരുന്നു, 125,000 ആയിരുന്നു. അപ്പൊ അതിനെ ഞാൻ മില്യൺസിലോട്ട് ആക്കിയ 0.125 എന്ന് വന്നു. സോ ഐ ഹാവ് ഡൺ ദാറ്റ് കാൽക്കുലേഷൻ ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് കോൺട്രാക്ട്സ്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഇത് ക്ലിയർ ആണോ? Can you reply in the chat? So 46.05 അങ്ങനെ ഒരിക്കലും നമുക്ക് 46.05 എന്ന് പറഞ്ഞ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? What we have done here, റൗണ്ട് ഓഫ് ചെയ്തു. എന്നിട്ട് എത്ര കോൺട്രാക്ട്സ് ആക്കി? 46 കോൺട്രാക്ട്. ക്ലിയർ ആണോ? Is it clear everyone? Can you reply in the chat? Okay. So ഇത്രയും സ്റ്റെപ്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ ബൈ ആണോ സെൽ ആണോ എന്നുള്ളത് അറിയണം. ദെൻ നെക്സ്റ്റ് എന്താണ്? എത്ര നമ്പർ ഓഫ് കോൺട്രാക്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ ഇത് രണ്ടും ക്ലിയർ ആണല്ലോ? Okay. Then we have to find that figure. ഇന്ന് സ്പോട്ട് എത്രയാണ്? സ്പോട്ട് റേറ്റ് എത്രയായിരുന്നു? 1.222 ആയിരുന്നു. ഫ്യൂച്ചർ റേറ്റ് എന്ന് പറഞ്ഞാൽ 1.1204. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 മാസം കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചറിന്റെ റേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? How you are going to calculate it? നമുക്കറിയാം ഇന്നത്തെ സ്പോട്ട് റേറ്റ്, നമ്മുടെ കറന്റ് എക്സ്ചേഞ്ച് റേറ്റ് 1.222 ആണ്. നമ്മുടെ 6 മന്ത്സിൽ എക്സ്പയർ ആവുന്ന ഫ്യൂച്ചറിന്റെ വാല്യൂ 1.204 ആണ്. സോ തമ്മിലുള്ള വ്യത്യാസം എത്ര? 0.0018. ഫ്രം നൗ നമ്മൾക്ക് ഈ പറയുന്ന ഫ്യൂച്ചർ എക്സൈസ് ചെയ്യാൻ 6 മന്ത്സ് എടുക്കും. സോ 6 മന്ത്സ് കഴിയുമ്പോൾ നമ്മുടെ അസംഷൻ ഈ സ്പോട്ടും ഫ്യൂച്ചറും തമ്മിലുള്ള വ്യത്യാസം 0 ആയിരിക്കും എന്നാണ്. സോ ഇവിടെ ആ ഡിഫറൻസ് എത്രയായിരുന്നു? 0.0018. ഇതിന് നമ്മൾ ബേസിസ് റിസ്ക് എന്ന് പറയും. സോ ഈ ഡിഫറൻസിനെ So we'll assume that at the end of that 6 months, the spot and future rate will be same and the difference will be 0 എന്നാണ് നമ്മുടെ assumption. അപ്പൊ ഈ ഡിഫറൻസ് ഓരോ ദിവസവും ഈക്വലന്റ് ആയിട്ട് കുറഞ്ഞ് 6 മന്ത്സ് ആകുമ്പോഴത്തേക്ക് ഈ ഡിഫറൻസ് 0 ആവും എന്നാണ് നമ്മുടെ assumption. ക്ലിയർ ആണോ? Is it clear guys? ഇത് എന്തിനാ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ തന്നിരിക്കുന്ന 1.1204 എന്ന് പറയുന്നത് നമുക്ക് ഈ റെസിപ്റ്റ്സ് കിട്ടുന്നത് 4 മാസം കഴിഞ്ഞിട്ടാ അല്ലേ? അല്ലാതെ 6 മാസം കഴിഞ്ഞിട്ടാണോ? അല്ല. അപ്പൊ നമുക്കറിയണം നമ്മൾ 4 മാസം കഴിഞ്ഞ് ഇത് എക്സ്പയർ ആകുമ്പോൾ അന്നത്തെ ദിവസം എന്താണ് ഫ്യൂച്ചറിന്റെ റേറ്റ് എന്ന് അറിയണം. മനസ്സിലായോ? 4 മാസം കഴിഞ്ഞിട്ട്. ഇതെന്ന് പറയുന്നത് 6 മന്ത്സ് എക്സ്പയർ ആവുന്ന ഫ്യൂച്ചറിന്റെ റേറ്റ്. വി നീഡ് ടു നോ ദ റേറ്റ് അറ്റ് 4 months ടൈം. മനസ്സിലായോ? അത് പ്രെഡിക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്ന ഒരു കോളം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. സോ 0.0018 ആണ് മൊത്തം ഡിഫറൻസ്. ഞാൻ പറഞ്ഞു 6 മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് ഡിഫറൻസ് എന്താവും? 0 ആവും നമ്മൾ പഠിച്ചു അല്ലേ?
സോ അങ്ങനെയാണെങ്കിൽ by the time it reaches 4 months, അപ്പൊ ഇനി എത്ര മാസത്തെയും കൂടെ ഉള്ളൂ ഡിഫറൻസ് കിടക്കുന്നത്? From now to 6 months. അപ്പൊ 6 മാസത്തിനുള്ളിൽ 0 ആവും. So by the time it reaches 4 months, ഇനി ഒരു 2 മാസത്തെ ഡിഫറൻസ് കൂടെ ഉള്ളൂ എക്സ്പയർ ആയി പോവാൻ, അല്ലെ? അപ്പൊ ബാക്കി എത്രയാണ്? ഔട്ട് ഓഫ് ദ ടോട്ടൽ ഡിഫറൻസ് 2 months is remaining. അപ്പൊ 4 മാസം കഴിയുമ്പോൾ ഇനി 2 മാസത്തെ ഡിഫറൻസ് കൂടെ ഉണ്ട് റിമൈനിങ് ഔട്ട് ഓഫ് ദ 6 months. So balance left to get expired എത്രയാണ്? 0.006. ക്ലിയർ ആണോ? Is it clear, guys? Okay. അങ്ങനെയാണെങ്കിൽ 4 monthsന്റെ റേറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 1.1204 പ്ലസ് ഇനി ബാക്കി കിടക്കുന്ന ഡിഫറൻസ് എത്രയാണ്? 0.006 ആണ്. സോ വി വിൽ ആഡ് ഇറ്റ്. അപ്പൊ ബാക്കി അന്നത്തേക്കുള്ള റേറ്റ് എത്ര വരും? അപ്പൊ 1.121 എന്ന് പറഞ്ഞ റേറ്റ് വരും. ക്ലിയർ ആണോ? Is it clear, guys? Okay, so now the expected receipt in future എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ ഫ്യൂച്ചറിന് നമുക്ക് എക്സൈസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എനിക്ക് കിട്ടി. എത്രയാണ് ഫ്യൂച്ചറിന് എക്സൈസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ? 1.121 ആണ്. അപ്പൊ നിങ്ങളുടെ മൊത്തം എമൗണ്ട് എത്രയായിരുന്നു? 6 million. എത്രയാണ്? 6.45 million അല്ലേ? 6.45 million will get converted at 1.12. So എത്ര വരും അപ്പം? 5.73. സോ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന CHF. സോ CHF 5.73, sorry 753.79. സോ ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടും in dollars, in millions, if you use the futures to convert it. നമ്മള് മറ്റേത് എടുക്കുവായിരുന്നെങ്കിലോ, if you are using money market, നമുക്ക് കിട്ടുന്ന നെറ്റ് റെസിപ്റ്റ് എത്രയാണ്? 5.72. ഇവിടെ 5.753. സോ ഏതാണ് ബെറ്റർ? Which one will be better here? 5.753 million ആണ് നമുക്ക് ഫ്യൂച്ചേഴ്സ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ, കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ കിട്ടുന്നത്. ഇഫ് യു യൂസ് മണി മാർക്കറ്റ് ഹെഡ്ജിങ്, നിങ്ങളുടെ നെറ്റ് റെസീപ്റ്റ് എത്രയായിരുന്നു? ആഫ്റ്റർ 3 months 5.729. So which option will you select? ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും? റിസീപ്റ്റ്സ് അല്ലേ? റിസീപ്റ്റ്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെ നോക്ക്? എവിടെ കൂടുതൽ കിട്ടുന്നത്? ഫ്യൂച്ചേഴ്സിൽ കൺവേർട്ട് ചെയ്തപ്പോഴാണോ അതോ മണി മാർക്കറ്റ് ഹെഡ്ജിങ് യൂസ് ചെയ്തപ്പോഴാണോ? Can you reply in the chat? Which one will give you a more better benefit? Futures. അപ്പൊ നമ്മൾ എന്ത് പറയും? ഈ ആൻസർ ആയിട്ട് എന്താ പറയും? സോ നമ്മൾ ചോദിച്ചത് which one will give you a higher balance എന്നല്ലേ? So advise the company which is the most appropriate strategy. അപ്പോൾ നമ്മൾ പറയും future is the most appropriate strategy, കാരണം അവിടെയാണ് കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഒരു ഏരിയ നമ്മൾ ഓൾറെഡി മറ്റേ ആംസ്ട്രോങ്ങിൽ ചെയ്തതാണ്, ഈ പറയുന്ന ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസ്ഫറും നെറ്റിങ്ങും. സോ അതൊന്ന് ചെയ്ത് നോക്കുക ആ പോർഷൻ തന്നെ. സോ അതിന്റെ എക്സൽ ഞാൻ ഓൾറെഡി ഗ്രൂപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അഡ്വറിങ് ഗ്രൂപ്പ് മൾട്ടിലാറ്ററൽ നെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എക്സൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ക്ലിയർ? ഇവിടെ ഗെയിൻ ഓർ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? വേണ്ട, കാരണം ഡയറക്ട്ലി നമുക്ക് ആ ഏതാണ് ബെറ്റർ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അത് ഗെയിൻ ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്തോ പെട്ടെന്ന് തന്നെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന മെത്തേഡാണിത്.
എന്താ മനസ്സിലായില്ല. അവിടെ ഗെയിൻ ഓർ ലോസ് കംപ്ലീറ്റ് ചെയ്യാതെ ഇപ്പൊ ഗെയിൻ ഓർ ലോസ് നമ്മൾ എന്താ ചെയ്യുന്നത്, സ്പോട്ട് റേറ്റിൽ ചെയ്യും. പിന്നെ ഗെയിൻ ഓർ ലോസ് നെറ്റ് ചെയ്യുമ്പോഴും എഫക്റ്റീവ്ലി ഈ എമൗണ്ട് തന്നെ വരുന്നത്. മനസ്സിലായോ? നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ നെറ്റ് റെസീപ്റ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചു. ക്ലിയർ? സോ കറൻസി റിസ്ക് മാനേജ്മെന്റിൽ ഇതാണ് രണ്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ അല്ലാതെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റൻ ഞാൻ പറയാം. സോ നൗ വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. സോ അതിന്റെ റെക്കോർഡിംഗ് ചെയ്യാൻ ഷെയർ ചെയ്യാം. സോ ഒന്ന് കാണുക. സോ വിൽ ഡു ദ ക്വസ്റ്റ്യൻസ് ഫ്രോം ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് നെക്സ്റ്റ് ടൈം. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യുക. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിരിക്കും യു ക്യാൻ എക്സ്പെക്ട് ഫ്രോം കറൻസി റിസ്ക് മാനേജ്മെന്റ്. സോ ഈ മൾട്ടിലാറ്ററൽ നെറ്റിങ്ങിന്റെ ആ പോർഷൻ ഒന്നുകൂടെ ചെയ്തിരിക്കുക. ഫസ്റ്റ് ആസ് റിഗാർഡ്സ് ടു ആംസ്ട്രോങ് ചെയ്ത പോലെ തന്നെ ഇത് പോസ്റ്റ്പോൺ ചെയ്യും ഹോംവർക്ക് ആയിട്ട്. And I will provide the recordings for interest rate. എന്നിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിന്റെ 2-3 ക്വസ്റ്റൻ ഉണ്ടാവും നോക്കാം. ഓക്കെ, ശരി.